പ്രിയ ഉദ്യോഗാർത്ഥികൾക്ക് ഹാജാസ് ക്ലാസ്സസിലേക്ക് ഹൃദ്യമായ ഹാർദമായ സ്വാഗതം. 2026-ലും 2027-ലും ഒക്കെ നടക്കാൻ പോകുന്ന PSCയുടെ പരീക്ഷകളെ, അതിനകത്തെ പൊതുവിജ്ഞാനത്തെ അതിഗംഭീരമായി പരീക്ഷകളിൽ കൈകാര്യം ചെയ്യാൻ നിങ്ങളെ പ്രാപ്തരാക്കുന്ന ഒരു സെഗ്മെന്റിലേക്കാണ്, മാസ്റ്റർ ക്ലാസ്സിലേക്കാണ് നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുന്നത്. നമ്മൾ ഇന്ന് മാസ്റ്റർ ക്ലാസിന്റെ 13-ാം ഭാഗം, PSC പരീക്ഷകളിൽ മാറ്റി നിർത്താൻ കഴിയാത്ത ഏറ്റവും പ്രധാനപ്പെട്ട കേരള ഹിസ്റ്ററിയിലെ ഒരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് കൈകാര്യം ചെയ്യുന്നത്, വൈക്കം സത്യാഗ്രഹം. കേരള ഹിസ്റ്ററിയിൽ നിന്നും കാലം ഇതുവരെ PSC നടത്തിയ പരീക്ഷകളിൽ ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ തവണ ചോദിച്ചിട്ടുള്ള ടോപ്പിക്കുകളിൽ ഒന്നാണ് വൈക്കം സത്യാഗ്രഹം. വൈക്കം സത്യാഗ്രഹം വ്യക്തമായി അറിഞ്ഞുകൂടാതെ നമുക്കൊരു PSC പരീക്ഷ നേരിടാൻ കഴിയില്ല. 1920 കാലഘട്ടങ്ങളിൽ തിരുവിതാംകൂർ രാജ്യത്ത് അന്നത്തെ അവർത്തി ജാതിക്കാർ എന്ന് പറഞ്ഞാൽ അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട വിഭാഗക്കാർക്ക് വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള വഴികളിൽ കൂടി പോലും നടക്കാനുള്ള സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ടിരുന്നു. ഇത് മനുഷ്യാവകാശ ലംഘനമാണ് എന്ന് തിരിച്ചറിഞ്ഞ സാമൂഹ്യ പരിഷ്കർത്താക്കൾ ഇതിനെതിരെ മുന്നോട്ട് വരികയും അവിടെ സംഘടിതമായ, വ്യക്തമായ, കൃത്യമായ പ്ലാനോടുകൂടിയ ഒരു പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുകയും ചെയ്തു. സംഭവം നടക്കുന്നത് വൈക്കം എന്ന പ്രദേശത്താണ്. നമ്മുടെ ഇന്ത്യയിൽ അയിത്തം എന്ന അനാചാരത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടക്കുന്ന ആദ്യത്തെ സംഘടിത സമരമാണ് വൈക്കം സത്യാഗ്രഹം. ഒന്നാമത്തെ പോയിന്റ്, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി വൈക്കം ക്ഷേത്രത്തിന് ചുറ്റുമുള്ള പാതകളിലൂടെ അവർണരായ വ്യക്തികൾക്ക്, അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട ജനങ്ങൾക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന സമരം കൂടിയാണത്. അതായത് സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ പ്രധാനപ്പെട്ട സമരം എന്നും നമ്മൾ വൈക്കം സത്യാഗ്രഹത്തെ വിലയിരുത്തപ്പെടുന്നു. രണ്ട് പ്രധാനപ്പെട്ട പോയിന്റുകൾ പറഞ്ഞു. ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം. ഒറ്റയാൻ സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം, പക്ഷേ ഇന്ത്യയിൽ അയിത്തത്തിനെതിരെ നടക്കുന്ന ആദ്യത്തെ സംഘടിത സമരം, സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി കേരളത്തിൽ നടന്ന പ്രക്ഷോഭങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. ഈ വൈക്കം ക്ഷേത്രത്തിന് തൊട്ട് പുറത്ത് ഒരു ചുറ്റുമതിലുണ്ട്. ആ മതിലിന് പുറത്തുകൂടി പോലും ഈ അവർണ ജാതിക്കാർ നടന്നുകൂടാ എന്ന് പറയുമ്പോൾ ഒരു അവകാശ ലംഘനം തന്നെയാണ്. വൈക്കം ക്ഷേത്രത്തിന്റെ മതിൽക്കെട്ടിന് പുറത്തുള്ള വഴിയിലൂടെ അവർണ ജാതിക്കാർക്ക് സഞ്ചരിക്കാനുള്ള അവകാശമില്ലായിരുന്നു. ഈ വഴി എല്ലാ ജാതിക്കാർക്കും തുറന്നു കിട്ടണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് നടന്ന സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായം, ഈ 3 സമുദായങ്ങളിലെയും അംഗങ്ങളായ കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്നീ യുവാക്കളിലൂടെ ആരംഭിച്ച സമരം 1924 മാർച്ച് മാസം 30 പുലയ, ഈഴവ, നായർ വിഭാഗത്തിൽപ്പെട്ട കുഞ്ഞാപ്പി, ബാഹുലേയൻ, ഗോവിന്ദപ്പണിക്കർ എന്ന് പറയുന്ന 3 യുവാക്കളിലൂടെ ആരംഭിച്ച സമരം വൈക്കം സത്യാഗ്രഹം. എന്തിനു വേണ്ടിയായിരുന്നു വൈക്കം സത്യാഗ്രഹം? ഇന്ത്യയിൽ തന്നെ അയിത്തത്തിനെതിരെ നടന്ന ആദ്യത്തെ സംഘടിത സമരം. കേരളത്തിൽ സഞ്ചാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട സമരം ഏതാ? വൈക്കം സത്യാഗ്രഹം. 1924 മാർച്ച് 30 പുലയ, ഈഴവ, നായർ സമുദായത്തിലെ അംഗങ്ങളായ വ്യക്തികളായ കുഞ്ഞാപ്പിയും ബാഹുലേയനും ഗോവിന്ദപ്പണിക്കരിലൂടെയും ആരംഭിച്ച സമരമാണ് വൈക്കം സത്യാഗ്രഹം എന്ന് പഠിക്കണം. വൈക്കം സത്യാഗ്രഹം നടന്ന ക്ഷേത്രം വൈക്കം മഹാദേവ ക്ഷേത്രം. വൈക്കം മഹാദേവ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് കോട്ടയം. ഈ വൈക്കം മഹാദേവ ക്ഷേത്രത്തിനോട് തൊട്ടടുത്താണ് തവണക്കടവ് എന്ന സ്ഥലമുള്ളത്. ഈ തവണക്കടവിൽ നിന്ന് നമുക്ക് ബോട്ട് കയറി നേരെ വൈക്കം ക്ഷേത്രത്തിന്റെ തൊട്ടടുത്തുള്ള സ്ഥലത്തേക്ക് വരാം. അങ്ങനെയാണെങ്കിൽ ആ ബോട്ട് സഞ്ചരിക്കുന്നത് ഏത് നദിയിലും ഏത് കായലിന്റെ തീരത്തുകൂടെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം വേമ്പനാട് കായലിന്റെ തീരത്താണ് വൈക്കം മഹാദേവ ക്ഷേത്രം ഉള്ളത്.
ഈ വൈക്കം മഹാദേവ ക്ഷേത്ര വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത്, അതായത് ആരംഭിക്കുന്നത് 3 വ്യക്തികളിലൂടെയാണെന്ന് പറഞ്ഞു. എന്നാൽ ഇതൊരു ഭയങ്കര പ്രക്ഷോഭമായി ഇന്ത്യൻ ചരിത്രത്തിലെ തന്നെ ഏറ്റവും മികച്ച മഹാത്മാഗാന്ധി അടക്കമുള്ള വ്യക്തികൾ കൃത്യമായ നിർദ്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ഒക്കെ നൽകുന്ന ഒരു സംഭവബഹുലമായ ഒരു സമരമായി ഇത് മാറുമ്പോഴും പറഞ്ഞു മനസ്സിലാവുന്നുണ്ടോ? അതേപോലെ പെരിയാർ EV രാമസ്വാമി സജീവമായി ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത വ്യക്തിയാണ്, പിന്നീട് അറസ്റ്റ് വരിക്കുകയൊക്കെ ചെയ്യുന്ന വ്യക്തിയാണ്. പക്ഷെ മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് നേരിട്ട് പങ്കെടുത്തില്ലെങ്കിലും കൃത്യമായ മാർഗനിർദ്ദേശങ്ങളും പിന്തുണയും ഒക്കെ നൽകുന്നു. അങ്ങനെ ദേശീയ പ്രാധാന്യം, ദേശീയ ശ്രദ്ധ നേടുന്ന ഒരു സമരമായിട്ടാണ് വൈക്കം സത്യാഗ്രഹത്തെ നമ്മൾ കാണുന്നത്. വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയ നേതാക്കളാണ് TK മാധവൻ, K കേളപ്പൻ, CV കുഞ്ഞിരാമൻ, KP കേശവമേനോൻ. അപ്പോ ഈ പേരുകളെല്ലാം നമ്മൾ വ്യക്തമായി പഠിക്കണം. TK മാധവനുണ്ട്, K കേളപ്പനുണ്ട്, CV കുഞ്ഞിരാമനുണ്ട്, KP കേശവമേനോനുണ്ട്. ഇവരൊക്കെയാണ് വൈക്കം സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകിയത് എന്ന്. ഓക്കെ, അഹിംസാധിഷ്ഠിതമായ ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം. അഹിംസാധിഷ്ഠിതമായ സമരമായിരുന്നു. എന്നാൽ എവിടെയെല്ലാമാണോ ഇങ്ങനെ അവർണർക്ക് നടക്കാനുള്ള സ്വാതന്ത്ര്യം, സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ച പൊതുവഴികളുള്ളത്, ആ വഴികളിലൂടെയെല്ലാം അതിനെതിരായി നടന്ന് അറസ്റ്റ് വരിച്ചിരുന്നു വ്യക്തികൾ. അങ്ങനെ ഒരു പ്രാധാന്യമുണ്ട്. അതുപോലെ തന്നെ പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിൽ നിന്നും പഞ്ചാബിൽ നിന്നും ഒക്കെയുള്ള പ്രധാനപ്പെട്ട നേതാക്കൾ വൈക്കം സത്യാഗ്രഹത്തിലേക്ക് നേരിട്ടെത്തുന്നു. EV രാമസ്വാമി നായ്ക്കർ എന്ന് പറയുന്ന വ്യക്തി, അദ്ദേഹം മധുരയിൽ നിന്ന് ഇവിടെ എത്തുന്നു, സജീവമായി വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്നു, പിന്നീട് അറസ്റ്റ് വരിക്കുന്നു. അങ്ങനെയൊക്കെയുള്ള സംഭവം. എന്തായാലും അഹിംസാധിഷ്ഠിതമായ ഒരു സമരമായിരുന്നു വൈക്കം സത്യാഗ്രഹം തുടക്കത്തിൽ. ഈ വൈക്കം സത്യാഗ്രഹത്തിനോട് വൈക്കം ക്ഷേത്ര റോഡും മറ്റ് റോഡുകളും അവർണർക്ക് സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിച്ചിരുന്ന റോഡുകളും ജാതി നോക്കാതെ, ജാതി മത ഭേദമന്യേ സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് തിരുവിതാംകൂർ നിയമസഭയിൽ പ്രമേയം അവതരിപ്പിച്ച വ്യക്തിയാണ് N കുമാരൻ. 1925 പ്രമേയം അവതരിപ്പിച്ചു. പക്ഷെ ഈ പ്രമേയം പാസ്സാവുന്നില്ല. പ്രമേയം 21-എതിരെ 22 വോട്ടിന് ഈ പ്രമേയം പരാജയപ്പെടുന്നു. ഈ വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്നെത്തിയ വിഭാഗമാണ് അകാലികൾ എന്ന് പറയുന്നത്. അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. ലാലാ ലാൽ സിംഗ് ആണ് വൈക്കം സത്യാഗ്രഹത്തോട് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് പഞ്ചാബിൽ നിന്ന് എത്തിയ വിഭാഗമാണ് അകാലികൾ. അകാലികളുടെ നേതാവാണ് ലാലാ ലാൽ സിംഗ്. എന്നാൽ വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. വൈക്കം സത്യാഗ്രഹത്തോടനുബന്ധിച്ച് മധുരയിൽ നിന്ന് വൈക്കത്തേക്ക് ജാഥ നയിച്ച ദേശീയ നേതാവാണ് EV രാമസ്വാമി നായ്ക്കർ. ഇതെല്ലാം വ്യക്തമായി പഠിച്ചു വെക്കണം. ഈ വൈക്കം സത്യാഗ്രഹത്തോട് ആ സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ശിഷ്യന്മാർ 2 പേരാണ്. ഒന്ന് സ്വാമി സത്യവ്രതൻ, 2 വേലായുധൻ. ഓക്കെ, കോട്ടുകോയിക്കൽ വേലായുധൻ, 2 സ്വാമി സത്യവ്രതൻ. ഇവർ 2 പേരും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. സ്വാമി സത്യവ്രതനും കോട്ടുകോയിക്കൽ വേലായുധനും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന സത്യാഗ്രഹികൾ സത്യാഗ്രഹ ആശ്രമമായി ഉപയോഗിച്ച ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമത്തിന്റെ പേരാണ് വെല്ലൂർ മഠം. വളരെ ഇമ്പോർട്ടന്റ് ആയ പോയിന്റ്. അതായത് ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാർ പങ്കെടുത്തിട്ടുണ്ട് 2 പേര്. അതിൽ ഒരാളുടെ പേര് വേലായുധൻ എന്നും രണ്ടാമത്തെ ആളുടെ പേര് സ്വാമി സത്യവ്രതൻ എന്നുമാണ്. കോട്ടുകോയിക്കൽ വേലായുധനും സ്വാമി സത്യവ്രതൻ ഇവർ 2 പേരും ശ്രീനാരായണ ഗുരുവിന്റെ ശിഷ്യന്മാരാണ്. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു. വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കാൻ വന്ന സത്യാഗ്രഹികൾ ആശ്രമമായി ഉപയോഗിച്ചിരുന്നു ശ്രീനാരായണ ഗുരുവിന്റെ ആശ്രമം. അതാണ് വെല്ലൂർ മഠം. വൈക്കം സത്യാഗ്രഹ സമയത്ത് യാഥാസ്ഥികരുമായി ഗാന്ധിജി ചർച്ച നടത്തുന്നു. ഈ ചർച്ച നടത്തിയ മന ഇണ്ടൻ തുരുത്തി മന. ഇണ്ടൻ തുരുത്തി മനയിൽ വെച്ചാണ് യാഥാസ്ഥികരുമായിട്ട് ഗാന്ധിജി എന്ത് ചെയ്യുന്നത്? ചർച്ച നടത്തുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഗാന്ധിജി പങ്കെടുക്കുന്നു എന്നതിലൂടെ തന്നെ ദേശീയ ശ്രദ്ധ ആകർഷിക്കുന്നു വൈക്കം സത്യാഗ്രഹത്തിന്. വൈക്കം സത്യാഗ്രഹത്തിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ടവർ മാത്രമായിരുന്നില്ല പങ്കെടുത്തത്. അതാണ് ഈ ഒരു പ്രക്ഷോഭത്തിന്റെ മറ്റൊരു ശ്രദ്ധ. അതായത്
ക്രിസ്ത്യാനികളും ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നുള്ളവരും ഇസ്ലാം സമുദായത്തിൽ നിന്നുള്ളവരും വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തു എന്നുള്ളതാണ്. അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിനോടനുബന്ധിച്ച് സത്യാഗ്രഹം നടത്തിയ അഹിന്ദുക്കളായ ആളാണ് ജോർജ് ജോസഫ്, സെബാസ്റ്റ്യൻ, PM സെബാസ്റ്റ്യൻ, അബ്ദുൾ റഹിമാൻ. ഇവരെല്ലാവരും തന്നെ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്ത അഹിന്ദുക്കളായ വ്യക്തികളാണ്. ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ഈ വൈക്കം സത്യാഗ്രഹത്തെ നിരീക്ഷിക്കാനായി ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് ആ ചുമതല ഏറ്റെടുത്ത വ്യക്തിയുടെ പേരാണ് ആചാര്യ വിനോബ ഭാവെ. ആചാര്യ വിനോബ ഭാവെ ഗാന്ധിജിയുടെ നിർദ്ദേശത്തെ തുടർന്ന് നിരീക്ഷകൻ എന്ന നിലയിൽ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന വ്യക്തിയാണ് ആചാര്യ വിനോബ ഭാവെ. ഗാന്ധിജി അങ്ങനെ വൈക്കം സത്യാഗ്രഹത്തിന്റെ പ്രദേശത്തേക്ക് ഇറങ്ങി വരുന്നു. ഗാന്ധിജി 5 തവണയാണ് കേരളത്തിൽ വന്നത്. 1925 ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ ഈ ഒരു സത്യാഗ്രഹം വിജയകരമായി അവസാനിക്കുന്നു. ഈ വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-നാണ്. 1925 നവംബർ 23-ന് ഇത് അവസാനിക്കുന്നു. ഗാന്ധിജി ഇതുമായി ബന്ധപ്പെട്ട് വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട് 1925 കേരളത്തിന്റെ മണ്ണിലേക്ക് എത്തുന്നു. ശ്രദ്ധിക്കണം, ഗാന്ധിജിയുടെ മധ്യസ്ഥതയിൽ സത്യാഗ്രഹം വിജയകരമായി അവസാനിക്കുന്നു. വൈക്കം സത്യാഗ്രഹം അവസാനിച്ചത് 1925 നവംബർ 23-ാം തീയതിയാണ്. ക്ഷേത്രത്തിന്റെ, അതായത് വൈക്കം മഹാദേവ ക്ഷേത്രത്തിന്റെ കിഴക്കേ നട ഒഴികെയുള്ള എല്ലാ പാതകളും ജാതി മത വ്യവസ്ഥ ഒന്നും നോക്കാതെ തുറന്നു കൊടുക്കുന്നു 1925 നവംബർ മാസം 23-ാം തീയതി. വൈക്കം സത്യാഗ്രഹം അവസാനിക്കുന്ന ദിവസം ആണ് 1925 നവംബർ 23. ഈ വൈക്കം സത്യാഗ്രഹം ആരംഭിക്കുന്ന സമയത്ത് തിരുവിതാംകൂറിന്റെ ദിവാൻ ആരായിരുന്നു ചോദിച്ചിട്ടുണ്ട്, രാഘവയ്യ. എന്നാൽ ഇത് അവസാനിക്കുമ്പോഴോ വാട്സ്, ME വാട്സ്. തുടങ്ങുമ്പോ T രാഘവയ്യ, അവസാനിക്കുമ്പോ ME വാട്സ്. വൈക്കം സത്യാഗ്രഹം അങ്ങനെ 1924 മാർച്ച് 30-ന് ആരംഭിക്കുന്ന വൈക്കം സത്യാഗ്രഹം അങ്ങനെ 603 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. എത്രയാണ്? 603 ദിവസങ്ങൾ നീണ്ടു നിൽക്കുന്നു. വൈക്കം മഹാദേവ ക്ഷേത്രത്തിന് പുറത്തുള്ള അല്ലെങ്കിൽ അവിടേക്കുള്ള എല്ലാ വഴികളും ജാതി മതഭേദമന്യേ എല്ലാവർക്കും തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് നിവേദനം സമർപ്പിക്കപ്പെട്ടത് ആർക്കാണ്? മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്. മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ് ഇങ്ങനൊരു നിവേദനം കിട്ടുന്നത്. ജാതി മതങ്ങൾ നോക്കാതെ വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള എല്ലാ വഴികളും തുറന്നു കൊടുക്കണം, പൊതുജനങ്ങൾക്ക് വേണ്ടി തുറന്നു കൊടുക്കണം എന്ന നിവേദനം കിട്ടുന്നത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്. ഇനി ഈ ഒരു നിവേദനത്തിൽ ഒപ്പുവെച്ചവരുടെ എണ്ണം 23,000 പേര്. നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകിയ ആളിന്റെ ചിത്രമാണ് ഇവിടെ കാണുന്നത്. ചങ്ങനാശ്ശേരി പരമേശ്വരൻ പിള്ള. ഏറ്റവും പ്രധാനപ്പെട്ട വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട പോയിന്റുകളാണ് നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം ഈ ഒരു വൈക്കം സത്യാഗ്രഹത്തെ നിരീക്ഷിക്കാനായി വരുന്നത് ആരാണ്? ആചാര്യ വിനോബ ഭാവെയാണ്. എന്നാൽ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പോയിന്റ്, ഗാന്ധിജി ഇവിടെ എത്തിച്ചേരുന്ന വർഷമാണ് 1925. ഗാന്ധിജി എവിടെയാണ് ഈ ഒരു ചർച്ചയ്ക്ക് വേണ്ടിയിട്ട് പങ്കെടുത്ത മന? അതെവിടെയാണെന്ന് നമ്മൾ പഠിക്കണം. സത്യാഗ്രഹികൾ താമസിച്ചിരുന്ന സ്ഥലം എവിടെയാണ്? ഏത് ആശ്രമത്തിലാണ്? നാരായണ ഗുരുവിന്റെ ആശ്രമത്തിലാണ്, വെല്ലൂർ മഠം എന്ന് പറയുന്ന ആശ്രമത്തിലാണ് എന്ന് നമ്മൾ കേട്ടു. ശ്രീനാരായണ ഗുരുവിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട 2 ശിഷ്യന്മാർ വൈക്കം സത്യാഗ്രഹത്തിൽ പങ്കെടുത്തിട്ടുണ്ട്. അതായത് പിന്നെ മറ്റൊരു കാര്യം പറഞ്ഞത്, പുലയ, ഈഴവ, നായർ സമുദായത്തിലെ 3 പേരിലാണ് വൈക്കം സത്യാഗ്രഹം ആരംഭിച്ചത്. പിന്നീട് മറ്റു പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം അവിടെ എത്തുന്നതായിട്ടും നമ്മൾ പറഞ്ഞു. അകാലികൾ അവിടെ എത്തുന്നുണ്ട്, അതേപോലെ രാമസ്വാമി നായ്ക്കർ എത്തുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രധാനപ്പെട്ട പോയിന്റുകളെല്ലാം നമ്മൾ ക്ലാസ്സിനകത്ത് പറഞ്ഞു കഴിഞ്ഞു. ഇനി ഈ ഒരു സ്ലൈഡിൽ നമ്മൾ പറഞ്ഞത് വൈക്കം ക്ഷേത്രത്തിലേക്കുള്ള പൊതുവഴികൾ പൊതുജനങ്ങൾക്ക് ജാതി മത വ്യവസ്ഥകളൊന്നും നോക്കാതെ തുറന്നു കൊടുക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു നിവേദനം സമർപ്പിക്കപ്പെടുന്നത് മഹാറാണി സേതുലക്ഷ്മി ബായിക്കാണ്. ഇതിനകത്ത് ഒപ്പുവെച്ചവരുടെ എണ്ണം 23,000 പേര് ഒപ്പുവെച്ചിട്ടുണ്ട്. നിവേദനം സമർപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകിയത് ചങ്ങനാശ്ശേരി പരമേശ്വരം പിള്ളയാണ് അതിനു വേണ്ടിയിട്ടുള്ള നേതൃത്വം നൽകുന്നത്. തിരുവിതാംകൂറിലെ എല്ലാ ക്ഷേത്രങ്ങളും, തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്രങ്ങളുടെയും നിരത്തുകൾ എല്ലാവർക്കുമായി തുറന്നു കൊടുക്കാനുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷമാണ് 1928.
വൈക്കം സത്യാഗ്രഹത്തിന്റെ എന്താ പറയുക ഒരു പ്രതിഫലനമായിരുന്നു അവിടെ നമുക്ക് കാണാൻ കഴിയുന്നത്. 1928 തിരുവിതാംകൂറിലുള്ള എല്ലാ ക്ഷേത്ര നിരത്തുകളും എല്ലാവർക്കുമായിട്ട് തുറന്നു കൊടുക്കാനുള്ള വിളംബരം പുറപ്പെടുവിച്ച വർഷം. ഈ വൈക്കം സത്യാഗ്രഹ സ്മാരകം ഇന്നും നമുക്ക് കാണാം. തവണക്കടവിൽ നിന്ന് നമ്മൾ വൈക്കത്തിലേക്ക് വന്നിറങ്ങുമ്പോൾ അവിടെ വലിയൊരു സ്മാരകം കാണാം. വൈക്കം സത്യാഗ്രഹത്തിന്റെ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? കോട്ടയം ജില്ലയിലെ വൈക്കം എന്ന സ്ഥലത്താണ്. പ്രിയ ഉദ്യോഗാർത്ഥികളെ, 2026 നടക്കുന്ന PSC പരീക്ഷകൾക്ക് വേണ്ടിയിട്ടുള്ള സമഗ്രമായ ക്ലാസ്, അത് ബെവ്കോ LD ആയിക്കോട്ടെ, VFA ആയിക്കോട്ടെ, ഏറ്റവും അതായത് റാങ്കുകാരെ സൃഷ്ടിച്ച അധ്യാപകരുണ്ട്. അവർ മാത്രം ഏറ്റവും എക്സ്പെർട്ട് ആയിട്ടുള്ള, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകർ മാത്രം നൽകുന്ന ക്ലാസ്സുകളാണ് ഹാജാസ് ക്ലാസ്സസിലൂടെ നൽകുന്നത്. ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയി വളരെ പക്വതയോടെ ക്ലാസ്സുകൾ കൈകാര്യം ചെയ്യാൻ കഴിയുന്ന SCERT NCERT ടെക്സ്റ്റ് ബുക്കുകൾ സമാന്തരമായി പഠിപ്പിക്കുന്ന അധ്യാപകരുണ്ട്. അവരുടെ ക്ലാസ്സുകളാണ് നമുക്ക് വേണ്ടത്. 2026 നമുക്കൊരു ജോലിയിൽ പ്രവേശിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ ഒരു പക്ഷേ നമുക്ക് ഇനിയൊരു ഇതുപോലത്തെ ഒരു സാധ്യത, ഇതുപോലത്തെ ഒരു അവസരം നമുക്കുണ്ടായി എന്ന് വരില്ല. അതുകൊണ്ട് നല്ല ക്ലാസ്സുകൾ നിങ്ങൾക്ക് വേണ്ടി ഞാൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഏറ്റവും കുറഞ്ഞ ഫീസിൽ നമുക്ക് ആ ക്ലാസ്സുകളെ കുറിച്ചുള്ള വിവരങ്ങൾ അറിയാൻ ഇതിന്റെ പേഴ്സണൽ നമ്പറാണ് ഈ നമ്പറിലേക്ക് 9995027074. ഇതാണ് എൻ്റെ നമ്പർ. ഈ നമ്പറിലേക്ക് നിങ്ങൾ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം മാസ്റ്റർ ക്ലാസ്സിന്റെ 14ാമത്തെ എപ്പിസോഡ്. പിന്നെ ഒരു കാര്യം, നമ്മൾ ഇത് പ്ലേലിസ്റ്റിൽ ആക്കിയിട്ടിട്ടുണ്ട്. എല്ലാ മാസ്റ്റർ ക്ലാസ്സുകളും കണ്ടുവരിക. നിങ്ങൾക്ക് കണ്ട് ഒരു കമന്റ് ഇടുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. നമ്മുടെ യൂട്യൂബ് ചാനലിനെ ഒന്ന് കാണുക, കണ്ടു. അതുപോലെ തന്നെ ടെലഗ്രാമിലും, നമ്മുടെ ടെലഗ്രാം ചാനലിലും അതേപോലെ ഇൻസ്റ്റയിലും ഒക്കെ ഒന്ന് ജോയിൻ ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.